ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ പുതിയ പുതിയ പ്രൊമോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊമോ കണ്ട് കിളി പോയ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇത് കാണുമ്പോഴൊക്കെ പ്രൊമോയ്ക്ക് ക്ഷാമമാണെന്ന് തോന്നും. ബിഗ് ബോസിന് ഇപ്പോൾ പ്രൊമോയ്ക്കും ക്ഷാമമാണ്. കോമണേഴ്സിന്റെ പ്രൊമോ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ബാക്കി പ്രൊമോകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു തട്ടിക്കൂട്ട് പ്രൊമോയാണ്. ഒരു ബിഗ് ബോസ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി എന്തോ ജസ്റ്റ് തട്ടിക്കൂട്ടി ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഷോ ജനങ്ങളിലേക്ക് അതിൻ്റെ പരസ്യം എത്തിക്കുമ്പോൾ, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കുമ്പോൾ നല്ല ഹൈപ്പിലൊക്കെയാണ്. മറ്റുള്ള ഇപ്പം ഹിന്ദിയിലും തമിഴിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടാലറിയാം, നല്ല ഹൈപ്പിലാണ് കൊണ്ടുവരുന്നത് പ്രൊമോ ഒക്കെ. ഞാൻ ഇന്നിറങ്ങിയ ഒരു പ്രൊമോ അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ. ഈ പ്രൊമോ ഒക്കെയാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. ഈ പ്രൊമോ സെറ്റ് ചെയ്യുന്ന ആരാണെന്ന് നമുക്കറിയത്തില്ല. ആ സെറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു വണക്കം. ഇങ്ങനെയുള്ള പ്രൊമോസ് വേണം ഇറക്കാൻ. ഒന്നുമില്ലെങ്കിലും ആ കോമണേഴ്സിന്റെ പ്രൊമോ മാത്രം ഇട്ടാൽ മതിയായിരുന്നു. അതിനുശേഷം പ്രൊമോ ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ പ്രൊമോ ബാക്കി ഇടുകയും ചെയ്തു. ഇതൊരു പ്രൊമോയാണെന്ന് പറയാൻ പറ്റത്തുമില്ല. ഒരു എന്തുവാ ഇതൊരു വലിയൊരു ഇന്റർനാഷണൽ ഷോ ആണെന്നാണ് പറയുന്നത്. ബിഗ് ബോസ് എന്ന ഒരു ഇന്റർനാഷണൽ ഷോ ആണ്. കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ. പിന്നെ ലാസ്റ്റ് രണ്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ. നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ ഉണ്ടാ ഉണ്ടാ. നീ വന്നാലും പോയാലും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രൊമോ. ഞാൻ പ്രത്യേകം പറയാൻ വന്നത്, ആ പ്രൊമോയുടെ കമന്റുകൾ ശ്രദ്ധിച്ചാൽ കുറെ നമുക്ക് ചിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഈ പരസ്യം കണ്ടിട്ട് പറയുന്നത് ഇത് തന്നെയാണ് അങ്ങോട്ടും പറയാം. ഒരാൾ പറഞ്ഞിരിക്കുന്നതാണ്, ഇത് തന്നെയാണ് അങ്ങോട്ട് പറയാനുള്ളത്, നീയൊക്കെ വന്നാലും പോയാലും ഞങ്ങൾക്ക് ഉണ്ടാ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത്, ഇയാളേക്കാൾ നല്ലത് ഇൻസ്റ്റയിൽ വൈറലായ ചോറ്റുപാത്രം തുറക്കുന്ന റീൽസ് ചെയ്യുന്ന ചേട്ടനായിരുന്നു, വരാം ഞാൻ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെ കമന്റ് ചെയ്തു പോകും. ഈ പ്രൊമോ കണ്ടിട്ട് പല പല അഭിപ്രായങ്ങൾ കമന്റായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് മറ്റൊരു കമന്റ് ചെയ്യാൻ വായിക്കാം. എന്തുവാടേ ഇത്, ഈ സീസൺ ശോകമാകുമോ? എന്തൊക്കെ പറഞ്ഞാലും സീസൺ 4 കണ്ടസ്റ്റൻസ് ഒക്കെ പൊളിയായിരുന്നു, അതുപോലെ ആയാൽ മതിയായിരുന്നു. എന്നുവെച്ചാൽ ഈ പ്രൊമോ കണ്ടിട്ടാണ് ആൾക്കാർ വിലയിരുത്തുന്നതാണ് ഈ കമന്റ് വഴി. വേറൊരെണ്ണം, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഇത് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെയാണ് നമുക്കും തോന്നുന്നത് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന്. ഈ പ്രൊമോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ആരാണോ, ഈ പ്രൊമോയുടെ ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോയ്ക്ക് ഐഡിയ കൊടുക്കുന്ന ആരാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇതാരാണെങ്കിലും ഞാൻ നേരത്തെ നമിച്ചതുപോലെ നമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു പ്രൊമോ ഇറക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ വലിയ നിങ്ങൾ ഇപ്പം ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയാറുണ്ട്, ഇത് ഇന്റർനാഷണൽ ഷോ ആണ്, ഇത് വലിയ സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പ്രൊമോ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പുതിയ ഇപ്പം ബിഗ് ബോസ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇത് കാണും. പക്ഷെ പുതിയ ആൾക്കാരെ ഇതിലേക്ക് അടുപ്പിക്കാത്തത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ളതൊക്കെ അല്ലേ കാണിക്കുന്നത്. ഇത് കാണുമ്പോഴേ ഈ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതിനകത്ത് ഇതെന്താണ് സംഭവം അല്ലെങ്കിൽ ഇതിനെ കുറ്റപ്പെടുത്തുന്ന കുറേ പേരുണ്ട്. അവർക്കിത് കാണുമ്പോൾ ഒന്നും കൂടെ ഇത് ഓരോ പൊട്ടന്മാരുടെ പരിപാടിയാണെന്ന് പറയും. പല ചാനലുകളിലും നമ്മൾ പല പ്രൊമോസും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും മോശമായ രീതിയിലുള്ള പ്രൊമോസ്, മോശമായ രീതിയിലൊന്നും ഞാൻ ഉദ്ദേശിച്ചത്, ഇത്രയും അട്രാക്റ്റീവ് അല്ലാത്ത പ്രൊമോകൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ ബിഗ് ബോസ് ആരംഭിക്കാൻ. തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ റിവ്യൂസും ബിഗ് ബോസിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് നമ്മളും ഇവിടെ കാണും. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകൾ ഉണ്ടാവണം. ഈ വീഡിയോസ് കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.